എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതേപോലെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. എങ്ങനെ ഇത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതുവരെ എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന ആളുകൾക്കിടയിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും അവൻ്റെ പദസമ്പത്തിൽ ഉറപ്പായും ഉണ്ടാകുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. ഡിപ്രഷൻ, ട്രോമ, അതേപോലെ തന്നെ ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറേയധികം പദങ്ങൾ, നാർസിസം പോലെയുള്ള പദങ്ങൾ. പെട്ടെന്ന് മനസ്സിൽ വന്ന ഒന്ന് രണ്ട് പദങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരിയധികം കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്, ആളുകളെല്ലാവരും ഭയങ്കരമായിട്ട് ചില സൈക്കോളജി ടേമുകളൊക്കെ ഉപയോഗിക്കുന്നു. പല ആളുകൾക്കും പ്രത്യേകിച്ച് അവരുടെ നിലവിലത്തെ ദിവസങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാവാറില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം പണ്ടത്തെ ഏതോ ട്രോമയുടെ കാരണം കൊണ്ടാണ്. നമ്മളെല്ലാത്തിനെയും പാസ്റ്റിൽ പോയി ട്രോമയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല അന്തവും കുന്തവും കിട്ടുമോ? ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചിട്ടും ഇന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇന്നലകളെ കുറിച്ചിട്ട് ആലോചിച്ച് ആകുലപ്പെടുന്ന ഒരു തരം സൈക്കോളജിക്കൽ അപ്രോച്ച് ഇവിടെ ഉള്ള കുറേയധികം ആളുകളിലുണ്ട്. അങ്ങനെ നമ്മൾ ആ സൈക്കോളജിയെ നോക്കിക്കാണുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അതേപോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വരുന്ന കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി വരുന്ന ചില ഡൗട്ട്സ്, അതിൽ കൂടുതലായി ആളുകൾ ചോദിക്കുന്ന ഒരു പഠന ശാഖയാണ് സൈക്കോളജി. ഞാൻ സൈക്കോളജി പഠിച്ചാലോ? അതേപോലെ തന്നെ ഞാൻ സൈക്കോളജി കരിയറായിട്ട് എടുത്താലോ? ഇത് നല്ല തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണോ? പല ആളുകളോട് ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് കിട്ടുന്ന കോമൺ ആൻസേഴ്സ് ഉണ്ട്. അവർ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ഇടപെട്ട സമയത്ത് അവരുടെ ലൈഫിലെ ചില പ്രശ്നങ്ങളിൽ അവർ സൈക്കോളജിയെ ആശ്രയിച്ച് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിച്ച സമയത്ത് ഇൻട്രസ്റ്റ് തോന്നിയതാണ് സൈക്കോളജി എന്ന് പറയുന്ന കാര്യത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി പോകുന്നു, ഞങ്ങളിതിനൊരു പഠന വിഷയമായിട്ട് എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമോഷണൽ ഡിസിഷൻ അല്ലേ? നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായി, നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൻ്റെ സമയത്ത് ആരാണോ ആശ്രയിച്ചത്, ആ ആശ്രയിച്ച പഠനശാഖയായിരിക്കാം, വ്യക്തിയായിരിക്കാം, അദ്ദേഹത്തോട് ഒരു ഇഷ്ടം തോന്നി, അതിനെ നിങ്ങൾ ജീവിതമാക്കി മാറ്റുന്നു. അതൊരു ഇമോഷണൽ ഡിസിഷനാണ്. എത്ര കാലം നമുക്കത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ പലയിടത്തായി ചിതറിക്കിടക്കുന്ന സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറേയധികം സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആകുലതയാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ സ്പിരിച്വാലിറ്റിയുടെ ചില തട്ടിപ്പുകളുണ്ട്. കഴിഞ്ഞ ദിവസം മൈത്രേൻ്റെ എപ്പിസോഡ് കണ്ട ആളുകൾക്കറിയാം, പാസ്റ്റിലെ ചില പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അതേപോലെ തന്നെ കാർമിക് ഹീലിംഗ്, അങ്ങനെ എന്തൊക്കെയോ ഉള്ള തട്ടിപ്പുകൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആളുകൾ പൂർവ്വജന്മത്തിലെ ട്രോമകളെ കുറിച്ചിട്ട് വരെ ചിന്തിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കോളജി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ട സംഗതിയാണ്. പെണ്ണുങ്ങളുടെ സൈക്കോളജി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, പണ്ടൊക്കെ നമ്മുടെ ഒക്കെ നാട്ടിലെ ലോക്കൽ ചില പാർട്ടി അല്ലെങ്കിൽ കൂട്ടം കമ്പനി കൂടൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചില ചേട്ടന്മാർ സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് ചില ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പണ്ട് മുതൽ ഈ സൈക്കോളജി ഇൻട്രസ്റ്റ് ആളുകൾക്കുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മനസ്സറിയാൻ വേണ്ടിയുള്ള എന്തോ ട്രിക്കുകളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയും ആളുകൾക്കുണ്ട്. ഈ സൈക്കോളജി എന്ന് പറയുന്നത് എല്ലാ ആളുകളിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയൊന്നുമില്ല. ഈ തിയറികൾ എന്നൊക്കെ പറയുന്നത് ഓരോ കാലങ്ങളനുസരിച്ചിട്ട് മാറും, പുതിയ തിയറികൾ വരും, ഓരോ പുതിയ കണ്ടെത്തലുകൾ വരും. ഇതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. സൈക്കോളജിയും സൈക്കോളജിസ്റ്റിനെയും നമുക്ക് ലൈഫിൽ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അറിവ് സമ്പാദിച്ചാൽ മാത്രം മതി ഒരു മജോറിറ്റി. എല്ലാ ആളുകളും ഈ സൈക്കോളജിയുടെ A to Z കാര്യങ്ങൾ പഠിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സൈക്കോളജി എല്ലാ ആൾക്കാരും പഠിച്ചാൽ എന്നാ പ്രശ്നം, തനിക്കെന്താ പ്രശ്നം എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ബാക്കിയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും, ചില ആളുകൾ സ്വയം ചികിത്സിക്കാൻ വേണ്ടി ഇറങ്ങും, സ്വയം ഒരു പരീക്ഷണ വസ്തുവായിട്ട് സൈക്കോളജിക്കൽ തിയറികൾ അപ്ലൈ ചെയ്യുന്ന എന്തോ ഒരു ഗിനിപ്പന്നിയായിട്ടൊക്കെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള 3-4 ആളുകൾ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവത്തുള്ളൂ, അവരിലേക്ക് കുറേയധികം സൈക്കോളജി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അവരുടെ ട്രോമകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കത് പറഞ്ഞു കൊടുത്ത് അനാവശ്യമായിട്ടുള്ള ഭാരം ഒരു മനുഷ്യ മനസ്സിലേക്ക് തള്ളി അങ്ങോട്ട് വയ്ക്കും. ഈ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഓൺലൈനായിട്ട് സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകളുടെ ഒരവസ്ഥ. പോപ്പ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം
കഴിഞ്ഞിടയ്ക്കൊക്കെ പല ഡിസ്കഷൻസിലും കണ്ടു. പോപ്പ് സൈക്കോളജി എന്താണ്, പോപ്പുലർ സൈക്കോളജി, എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന സൈക്കോളജി. ഈ സൈക്ക് ടു ഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. പണ്ടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ അപകടമൊക്കെ മനസ്സിലാക്കുന്നത്. ചുമ്മാ കുറേയധികം സാധനങ്ങൾ ആളുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 10 സയൻസ് ഓഫ് ടോക്സിസിറ്റി, 5 സ്റ്റെപ്സ് ടു ഓവർകം ആങ്സൈറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേയധികം സാധനങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കുറേയധികം ലക്ഷണങ്ങൾ. നമ്മൾ ചില സംഭവങ്ങളിൽ നിന്ന്, ചില സിനിമകളിൽ നിന്നൊക്കെ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയൊക്കെ അടുത്തറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പണ്ടൊരു ദിവസം വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊരാളിൽ ഈ ഒരു സാധനം കൊണ്ടേ ആരോപിക്കരുത്. അത് ആരോപിക്കുന്നത് പോലും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ മുറി സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു നാർസിസിസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു നാർസിസിസ്റ്റ് ട്രേറ്റിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ആളുകൾ ടോക്സിക് ആണെന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നും അവരെ ഇങ്ങനെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ വേർഡ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ലതായിട്ട് അറിയാവുന്ന ഒരു വേർഡാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ പോപ്പ് സൈക്കോളജിയായി മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാൻ വേണ്ടിയും ബാക്കിയുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടിയും കുറേയധികം വ്യാജന്മാരിറങ്ങും. പിന്നെ ഈ ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ചെറിയ മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ 6 മാസം കൊണ്ട് സൈക്കോളജി പഠിപ്പിക്കുന്ന ആളുകൾ സൈക്കോളജിസ്റ്റുകളായിട്ട് സേവനം അനുഷ്ഠിക്കാനായിട്ടുള്ള യോഗ്യത ഉള്ള ആളുകളല്ല. അതിന് കൃത്യമായിട്ടുള്ള ചില യോഗ്യതകളൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ ഈ സൈക്കോളജിസ്റ്റുകളായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അംഗീകാരമുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ എവിടെ നോക്കിയാലും സൈക്കോളജിസ്റ്റുകളാണ്. അതേപോലെ ഈ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് അടിച്ച് മാറ്റുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. പലപ്പോഴും ഈ സൈക്കോളജിസ്റ്റുകൾ, കച്ചവടപരമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന സൈക്കോളജിസ്റ്റുകൾ ഈ ആളുകളിൽ ഇല്ലാത്ത പ്രശ്നം അടിച്ചേൽപ്പിച്ചിട്ട് അവരുടെ നിന്ന് കാശ് വാങ്ങാറുണ്ട്. അതേപോലെ സൈക്കോളജിസ്റ്റിനെ കാണുന്ന പല ആളുകൾക്കും സൈക്കോളജിസ്റ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമാണ്. അപ്പോൾ വേറെ ഒരാളുടെ അടുത്ത് പോകും. അപ്പോൾ അയാൾ ഭീകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് കണ്ടെത്തി കണക്ട് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഹാപ്പിയാവും. പിന്നീട് അതിനെക്കുറിച്ചിട്ടുള്ള ആകുലതയാണ്, തെറാപ്പി എടുക്കാൻ പോകുന്നു, കാശ് കളയാൻ വേണ്ടി പോകുന്നു, ഒത്തിരി പരിപാടികളാണ്. ഇന്നലകളെക്കുറിച്ചിട്ടുള്ള ആകുലതയാണ് പലപ്പോഴും ഈ ഭയങ്കര ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ വിൽക്കുന്നത്. സെൽഫ് ഡയഗ്നോസിസ് ആൻഡ് സെൽഫ് തെറാപ്പിയെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഈ സെൽഫ് ഡയഗ്നോസിസിൻ്റെ സെൽഫ് തെറാപ്പിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില വീടുകൾ, ചില സൈക്കോളജി പഠനങ്ങൾ സ്വന്തം ജീവിതത്തിലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലും എടുത്ത് അപ്ലൈ ചെയ്യും. ഇപ്പോൾ പെൺകുട്ടികളിൽ ചില ആളുകൾ കേട്ടോ, ജനറലൈസ് ചെയ്യല്ല, ചില ആളുകൾ ബ്രേക്കപ്പ് ചെയ്യാൻ നേരത്തൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് സൈക്കോളജി വെച്ചിട്ടാണ് എന്നൊക്കെ നമ്മുടെ ചാനലിലെ ചില ആൺകുട്ടികളുടെയൊക്കെ ബ്രേക്കപ്പ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പങ്കാളി ഒരു നാർസിസിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് അയാളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അയാൾ ഭയങ്കര ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട് അയാളെ മാനിപ്പുലേറ്റ് ചെയ്യുക. അപ്പം ഈ കേൾക്കുന്ന ആളാകമൊത്തത്തിൽ ഭയചക്തനായി പോവും. അയ്യോ, ഞാനൊരു പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നെങ്കിൽ ബ്രേക്കപ്പ് ആയേക്കാം, ഞാൻ എന്തോ വലിയ മോശക്കാരൻ തന്നെ എന്നുള്ള വലിയ പാപഭാരത്താൽ അയാൾ ബ്രേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആളുകൾ. പിന്നെ ചില ആളുകളുണ്ട് റിലേഷൻഷിപ്പിലൊന്നും ഒട്ടും ലോയൽ ആയിരിക്കുമല്ല, നന്നായിട്ട് ചീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, പങ്കാളി ഒരാണാണെന്നുണ്ടെങ്കിൽ അവനെ മാനിപ്പുലേറ്റ് ചെയ്യും. നീ ടോക്സിക് ആണ്, നീ ഭയങ്കര സംശയരോഗിയാണ്, നീ നാർസിസിസ്റ്റാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വലിയ വിപത്താണ്. ഇനി ഓവർ കൺസെപ്ഷൻ എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഈ ഓവറായിട്ട് സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തുന്ന ആളുകൾ, സൈക്കോളജി എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പഠിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരെപ്പോഴും അവരൊരു വിക്റ്റിമായിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വിക്റ്റിം മെൻറ്റാലിറ്റി. എനിക്ക് കുറേയധികം പ്രോബ്ലങ്ങളുണ്ടായി, ഈ പ്രോബ്ലത്തിൻ്റെ ഒന്നും റീസൺ ഞാനല്ല, അതെല്ലാം എൻ്റെ ചുറ്റിന് നിൽക്കുന്ന ആളുകളാണ്, എനിക്ക് വന്ന ട്രോമകളാണ്, ചൈൽഡ്ഹുഡ് ട്രോമകളാണ്, പേരൻ്റൽ ഇഷ്യൂസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ നമ്മളിൽ നിന്ന് അങ്ങോട്ട് മാറ്റിവെക്കും. മൈത്രേൻ്റെ എപ്പിസോഡിനെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യുകയാണ്. സ്ട്രെസ് റിലീഫ്, അതേപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ, മനസ്സമാധാനം എന്നീ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ കാരണം നിങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വർക്ക് പ്രഷർ കാരണമാണ് ഒരാൾക്ക് പലപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. സ്ട്രെസ്സിൻ്റെ റീസൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളുണ്ട് എന്നുള്ള
ഒരു പ്രചരണം കൊടുത്ത് അതിനെ മാർക്കറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് മനസ്സമാധാനം തരത്തില്ല, നിങ്ങളുടെ വീട്ടിലൊട്ടും മനസ്സമാധാനമില്ല, നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ മെഡിറ്റേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുമോ? ഇങ്ങനെ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാതെ ചില നുണുക്ക് വിദ്യകൾ വിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കുറേ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഓവർ കൺസെപ്ഷൻ ഓഫ് സൈക്കോളജിക്കൽ ലേണിംഗ്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വേറൊരു രീതിയിലുണ്ട്. സെൽഫ് ഡൗട്ട്. അയ്യോ, ഞാനൊരു ട്രോമയുള്ള ഒരാളാണ്, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എങ്ങനെ ഞാൻ ഇവിടെ പെർഫോം ചെയ്യും, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അയ്യോ, ഞാനൊരു ബ്രേക്കപ്പ് ട്രോമ കഴിഞ്ഞ ഒരാളാണ്, എനിക്ക് എല്ലാ ആൾക്കാരും ഡൗട്ടാണ്, ഇവരെങ്ങനെ ആയിരിക്കും, ആങ്സൈറ്റിയാണ്. ഇത് കൂടുതലായിട്ട് നമ്മളിത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ആങ്സൈറ്റിയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് അവിടെ? ആക്ച്വലി നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലേക്കോ നാളെയിലേക്കോ സിറ്റുവേഷനിലേക്കോ നോക്കില്ല, നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ചില തോന്നലുകളായിരിക്കാം ഈ വിക്റ്റിമായിട്ട് നമ്മളെ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ആഫ്റ്റർ ഓൾ ഇത് നയിക്കുന്നത് എന്തിലേക്കായിരിക്കും? ഡിപ്പെൻഡൻസിയിലേക്ക് തന്നെയാണ്. ഇപ്പം ഈ ഡ്രഗൊക്കെ ഉപയോഗിച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഡ്രഗിന് ഡിപ്പെൻഡ് ആവുന്നത് പോലെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. ചില ആളുകൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ മടിയായതുകൊണ്ട് സ്വയം ഇതൊക്കെ പഠിച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ലൈഫിനെ അങ്ങോട്ട് റീഡിസൈൻ ചെയ്യും. ഇത് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് എന്ന് നിങ്ങൾക്ക് കേട്ടപ്പോൾ തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. നിങ്ങളിൽ പല ആളുകളും ഇതിൻ്റെ വിക്ടിംസ് ആയിരിക്കും എന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നത്തെക്കുറിച്ചിട്ട് കുറച്ച് പോയിന്റുകൾ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാനായിട്ടൊന്നും അറിയില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റൊന്നുമല്ല, പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റൊന്നുമല്ല. എന്നാലും എല്ലാ സാധാരണക്കാരും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോബ്ലത്തെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചത്. ഇത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. സൈക്കോളജിയൊക്കെ വെച്ചിട്ട് നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങളുടെ പാർട്ട്ണറുടെ സൈക്കോളജി എപ്പോഴും ആലോചിച്ച് സൈക്കോളജിക്കൽ അപ്രോച്ച് ബന്ധങ്ങളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനഃശാസ്ത്രമൊക്കെ അറിഞ്ഞിട്ട് എന്താണ്, നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് ജീവിച്ചാൽ പോരെ. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ എന്തോരം സ്ട്രെസ്ഫുള്ളായിരിക്കും ലൈഫ്. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. ഇമോഷണൽ ഡിസിഷൻസ് ആവരുത് കരിയർ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും. അതേപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ മാത്രം നിങ്ങളൊരു പ്രശ്നത്തിന് ആശ്രയിക്കുക. അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും പറ്റുന്നൊരു പരിപാടിയല്ല. ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുക. അപ്പോൾ 100,000 പ്രശ്നങ്ങളുള്ളൊരു വ്യക്തി മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറയാൻ വരുന്ന ആൾക്കും കേൾക്കാൻ പോകുന്ന ആൾക്കും അത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കില്ല. സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പരിപാടി ചെണ്ട മദ്ദളത്തോട് ചെയ്യുന്ന പരിപാടിയല്ല. അവർ കുറച്ചിങ്ങനെ മെച്യൂറായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ആ ഒരു കാര്യങ്ങളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. തെറാപ്പി എന്നൊക്കെ പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാശടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചെയ്യുക. അവസാനം ഈ കാശടിക്കുന്ന ആൾക്കാരുടെ പേയ്മെൻറ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ല ട്രോമ ഉണ്ടാവും. പിന്നെ കാലങ്ങളോളം ആ ഒരു ട്രോമ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ EMI അടയ്ക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുണ്ട്, അവർ ആഡ് ചെയ്തോളും. നന്ദി.